ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും അതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞാൻ സമ്പദ് വ്യവസ്ഥ വരെ പറഞ്ഞു നിർത്തിയായിരുന്നു. അപ്പം ഇത് പാർട്ട് 2 ആണ്. അപ്പം എന്താണ് സമ്പദ് വ്യവസ്ഥ എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്താണ് സമ്പദ് വ്യവസ്ഥ? എക്കോണമിക് സിസ്റ്റം. ഒരു രാജ്യം വിവിധ ലോകത്താകമാനം നിലനിൽക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയാണ് സമ്പദ് വ്യവസ്ഥ. അതായത് ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയാണ് സമ്പദ് വ്യവസ്ഥ. അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതാണ് സമ്പദ് വ്യവസ്ഥയുടെ ധർമ്മം, അല്ലേ? സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ. സമ്പദ് വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ്. സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ്. സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ഇപ്പം 4 സമ്പദ് വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്, സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. വിവിധ തരം സമ്പദ് വ്യവസ്ഥകളുണ്ട്, അല്ലേ? മെയിനായിട്ട് 3 തരം സമ്പദ് വ്യവസ്ഥയിലുണ്ട്. ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ 3 തരംതിരിക്കുന്നു. എത്രയായി? 3 തരംതിരിക്കുന്നു. 1 മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, 2 സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, 3 മിശ്ര സമ്പദ് വ്യവസ്ഥ. ഒന്നാമതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകതകളാണ്: എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശമുണ്ട്. പരമാവധി ലാഭം എന്നതാണ് ലക്ഷ്യം. ഗവൺമെന്റ് ഇടപെടൽ പരിമിതമാണ്. സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നു. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും സാമ്പത്തിക വികസനത്തിൽ ഗവൺമെന്റിന്റെ സജീവ പങ്കാളിത്തം ഇന്ന് കാണാൻ കഴിയും. രണ്ടാമത്തേതാണ് സോഷ്യലിസ്റ്റ് എക്കോണമി അഥവാ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതിയായിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ: 1 ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിൽ നിക്ഷിപ്തം. 2 സാമൂഹിക ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം. വിപണിയുടെ മേൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം ഉണ്ടാകും. വിഭവങ്ങളുടെ ലഭ്യവും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു. വരുമാനത്തിലും സമ്പത്തിലുമുള്ള ആസൂത്രണം കുറയ്ക്കുന്നു. സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും ഇന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവരുന്നു. അടുത്തതാണ് മിക്സഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അതായത് ഒരു മുതലാളിത്തവും ക്യാപിറ്റൽ ആൻഡ് സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ ഒരു മിക്സഡ് ഇതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇതിൻ്റെ പ്രത്യേകതകൾ: സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിത്വം, ലാഭേച്ഛവും സാമൂഹിക ക്ഷേമവും പ്രധാന ലക്ഷ്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം,
ഗവൺമെന്റിന്റെ പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം, ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം, അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നു. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയുമാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയിലൂടെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആഗോള സമ്പദ് വ്യവസ്ഥ ഇന്ന് വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി കണ്ടിരിക്കുന്നു. അപ്പൊ അടുത്താണ് ആഗോള സമ്പദ് വ്യവസ്ഥ എന്ന വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിന്റെയും ചാലകങ്ങളായിരുന്നു. ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൂചിപ്പിക്കുന്നത്. ഈ സമ്പദ് വ്യവസ്ഥയിൽ അറിവ് ഒരു പ്രധാന വിഭവമായി കണക്കാക്കപ്പെടുന്നു. അതിന്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ്. അടുത്തതാണ് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രം മനുഷ്യന്റെ ആവശ്യങ്ങൾ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, സമ്പദ് വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ച് നാം ചർച്ച ചെയ്തല്ലോ. ഇവയെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന പഠനശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. അതായത് മനുഷ്യന്റെ ആവശ്യങ്ങൾ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, സമ്പദ് വ്യവസ്ഥയെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന പഠനശാഖയാണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം. സാധന സേവനങ്ങൾ മുതലായവയും നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഡ്ജറ്റ്, ബാങ്കിങ്, കമ്പോളം, സാധന സേവനങ്ങൾ മുതലായവയും ഇതിൽ പെടുന്നു. ആദ്യകാലത്ത് സമ്പത്തിന്റെ ശാസ്ത്രം എന്ന നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത്. ഇതിന്റെ പ്രധാനം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്ത് ആണ്. മനുഷ്യന്റെ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായ സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തിയത് ആൽഫ്രഡ് മാർഷൽ ആണ്. അപ്പം ഇതിൻ്റെ ആദ്യം പറയാം. ആദ്യകാലത്ത് സമ്പത്തിന്റെ ശാസ്ത്രം എന്ന നിലയിൽ സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത് ആദം സ്മിത്ത് ഇതിന്റെ പ്രധാന വക്താവായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആദം സ്മിത്ത്. അടുത്തത് ആൽഫ്രഡ് മാർഷൽ ആണ്. മനുഷ്യന്റെ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തി. അടുത്തതാണ് ലയണൽ റോബിൻസ്. മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായി സാമ്പത്തിക ശാസ്ത്രത്തെ വിഭാവനം ചെയ്തു. 3 പേരാണ്. ആദം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. ആൽഫ്രഡ് മാർഷൽ മനുഷ്യന്റെ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തി. ലയണൽ റോബിൻസ് മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായി സാമ്പത്തിക ശാസ്ത്രത്തെ വിഭാവനം ചെയ്തു. അടുത്തതാണ് സാമ്പത്തിക ശാസ്ത്ര വികാസനത്തിന് പ്രചോദനമായ ശാസ്ത്രജ്ഞന്മാർ. ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലും ക്ഷേമം വർദ്ധിപ്പിക്കാമെന്ന സിദ്ധാന്തം കൊണ്ടുവന്നു. ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച ഇദ്ദേഹത്തിന്റെ പാട്ട സിദ്ധാന്തം, തിയറി ഓഫ് റെന്റ്, വളരെ പ്രസിദ്ധമാണ്. ഡേവിഡ് റിക്കാർഡോ പാട്ട സിദ്ധാന്തം കൊണ്ടുവന്നത് ഡേവിഡ് റിക്കാർഡോ. അടുത്തത് ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാൾ മാർക്സ് മിച്ചമൂല്യ സിദ്ധാന്തം, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ആവിഷ്കരിച്ചത്. മാർക്സിന്റെ അഭിപ്രായത്തിൽ ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. എന്നാൽ ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളിക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുന്നു. അതാണ് കാൾ മാർക്സിന്റെ മിച്ചമൂല്യ സിദ്ധാന്തം. അടുത്തതാണ് ജെ.എം. കെയ്ൻസ്. സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ.എം. കെയ്ൻസ്. ഗവൺമെന്റിന്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടുത്തതായിരുന്നു ജെ.എ. ഷുപ്പിറ്റർ. ചെക്ക് റിപ്പബ്ലിക് വംശജനായ ചെക്ക് ഷുപ്പിറ്റർ ആവിഷ്കരിച്ച ആശയമാണ്
പരമായ നവീകരണം, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ ഇന്നോവേഷൻ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു. എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നു എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ചുവടെ നൽകിയിട്ടിരിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാം സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ആശയവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. സ്മാർട്ട് ഫോൺ വ്യവസായങ്ങളുടെ ആവിർഭാവം ടേപ്പ് റെക്കോർഡർ, വീഡിയോ പ്ലെയർ, ഫിലിം ക്യാമറ എന്നീ വ്യവസായ തകർച്ചയ്ക്ക് കാരണമായി. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകും, ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അത് ഡേവിഡ് റിക്കാർഡോ പറഞ്ഞതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമാണെന്ന് പറഞ്ഞത് JM കെയ്ൻസ് ആണ്. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണെന്ന് പറഞ്ഞത് കാൾ മാർക്സ് ആണല്ലേ. കാൾ മാർക്സ്. മിച്ചമൂല്യ സിദ്ധാന്തം. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വികാസത്തിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരും മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത പ്രാചീന ഇന്ത്യയിലെ ചാണക്യനും ചോർച്ചാസിദ്ധത്തിന്റെ ഡ്രെയിൻ തിയറി ഉപജ്ഞാതാവുമായ ദാദാഭായ് നവറോജിയുമെല്ലാം ഇവരിൽ പ്രമുഖരാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളായ ഹിന്ദ് സ്വരാജ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നിവ പ്രതിപാദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ. സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. സാമൂഹിക നീതി ഉറപ്പിക്കാനായി സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ കുമാർ സെൻ. അമർത്യ കുമാർ സെൻ ആരാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ വെൽഫെയർ എക്കണോമിക്സ് മികച്ച സംഭാവനകൾക്ക് അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1998 അമർത്യ സെന്നിന്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാവണം. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഭിജിത്ത് വിനായക് ബാനർജിക്ക് ലഭിച്ചു. എസ്തർ ഡുഫ്ലോ, മൈക്കൽ ക്രെമർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം ഈ പുരസ്കാരം പങ്കിട്ടത്. ഇന്ത്യയിലെ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ പേരുകളും അവരുടെ ചിന്തകളും ചുവടെ ചേർത്തിരിക്കുന്നു. വിട്ടുപോയത് പൂരിപ്പിക്കുക. അപ്പം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അമർത്യ കുമാർ സെൻ എന്നാണ് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു. എന്തായിരുന്നു അമർത്യ സെൻ? സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വന്നതാരായിരുന്നു? സ്വയം പര്യാപ്തത വികേന്ദ്രീകരണത്തിനോ? ഗാന്ധിജിയാണല്ലേ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോ? ദാദാഭായ് നവറോജി ആരാ? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പിതാവ്. ചാണക്യൻ
കാര്യക്ഷമമായ നികുതി സമ്പ്രദായം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഇതറിയാവുന്നവര് കമന്റ് ചെയ്യേ. അപ്പൊ ഇത്രയാണ് ഈ വീഡിയോ. ഇതിന്റെ ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ തിരിച്ചറിയുക വഴി വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യമാകുന്നു. ലോകത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥകൾ തിരിച്ചറിയുകയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നതെന്നും നാം ചർച്ച ചെയ്തു. നിലവിലുള്ള വിഭവങ്ങളെ വിവേകപൂർവമായും കാര്യക്ഷമമായും വിനിയോഗിച്ച് ഭാവി തലമുറയെ ക്ഷേമം കൂടി ഉറപ്പുവരുത്തുക എന്നതാണ് നമ്മുടെ കടമ. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കുക. ഇത്രയാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ നിർത്തില്ല, എൻ്റെ ചാനലിൽ വ്യൂസേ ഇല്ല. ഇത് റീസണൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കയറി വന്നതായിരുന്നു. ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ നിർത്തില്ല. ആരും കമൻറ്റൊന്നും സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ പറയണം. താങ്ക് യു ഓൾ.